നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. അയ്യോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഹോണസ്റ്റ്ലി നല്ല അടിപൊളി സാൻഡ്വിച്ചാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതെ ഗൈസ്, നല്ല ടേസ്റ്റി ഹോം മെയ്ഡ് സാൻഡ്വിച്ച്. അപ്പോൾ ഞങ്ങൾ നേരത്തെ അത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് അല്ലേ? അതെ, ഗ്ലാമി ഗംഗ ചേച്ചി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങളും കരുതി എന്ത് ചെയ്യാം, നമുക്കൊരു ഹോം മെയ്ഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന്. വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണോ ചിക്കൻ സാൻഡ്വിച്ച് ആണോ കൂടുതൽ ഇഷ്ടം? അയ്യോ വേണ്ട. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. ഇപ്പൊ പിന്നെ ഓരോ ഷോപ്പിനനുസരിച്ചിട്ട് ഇരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഹോം മെയ്ഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വായോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുക്കുംബർ കട്ട് ചെയ്യണ്ടേ. പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷെ നമ്മളെ വെജിറ്റബിൾ സെറ്റ് ആയിട്ടില്ല. ഇത്ര വെജിറ്റബിൾസേ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നുള്ളൂ. തക്കാളി, ഓണിയൻ, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ കുക്കുംബർ. അത്രയും സാധനങ്ങൾ. നമ്മളെ കുക്കുംബർ നമ്മളിവിടെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാബേജാണ്. കുഞ്ഞി ക്യാബേജാണ്, ക്യൂട്ട് ക്യാബേജ് അല്ലേ ഗായ്സ്. അങ്ങനെ നമ്മളെ ക്യാബേജും കട്ട് ചെയ്തിട്ടുണ്ട്. കമോൺ. ഈ പീസ് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മളൊരു ഹാഫ് എടുത്തപ്പോൾ തന്നെ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം അതൊന്ന് തിരിച്ച് പിടിച്ചിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്യാം. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. കമാൺ. ഇനി നമ്മൾ കറക്റ്റായിട്ട് അരിയാൻ കഴിയാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും കട്ട് ചെയ്യുമ്പോൾ ചില പീസുകൾ വലുതാവും. അങ്ങനെ വലുതാവുന്ന പീസുകൾ മാത്രം നമ്മൾ ആഫ്റ്റർ കട്ടിങ് തിരഞ്ഞു പിടിച്ച് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഓണിയൻ ആൻഡ് ടൊമാറ്റോ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന്റെ പരിപാടികളിലോട്ട് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്യാരറ്റ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ. നമ്മളിതാ എല്ലാ വെജിറ്റബിൾസും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ ക്യാബേജ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നമുക്ക് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, കാരണം ഇത് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം വേണം. ക്യാബേജ്, കുക്കുംബർ, ഓണിയൻ, ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം ചൂടൊക്കെ വേണം. കുറച്ചുകൂടെ ഇത്ര മതിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഇത് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവും. നമ്മളിന്ന് സാൻഡ്വിച്ച് തിന്ന് മരിക്കുന്നതായിരിക്കും ഗൈസ്. പക്ഷെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ. നമ്മളിതാ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പെപ്പറാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചതാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ചും കൂടെ എടുക്കണോ? കൂടിയാലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് കഴിക്കാൻ ചെയ്യാം ഗായ്സ്. ഓക്കെ, അത്ര മതി. അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഹെൽമൻസ് മയണൈസ് ആണ് ഗൈസ്. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഹെൽമൻസ് കഴിച്ചിട്ടില്ല എങ്കിൽ മയൻ കഴിച്ചിട്ടില്ല. പ്രസിദ്ധത്തിൽ കണ്ടിട്ടില്ലേ? എല്ലാവരും കഴിച്ചു നോക്കുക. ഇത് നമുക്ക് അത്യാവശ്യം ഗൈസൊക്കെ ശക്തിയില്ല ഗൈസ്, കൈ എടുക്കൂ. ശക്തിമാനായ ഞാൻ വന്നിട്ടുണ്ട്. ഭയങ്കര ശക്തിയാണ്. ഒരു കൈ കൊണ്ടാണുള്ളൂ, രണ്ട് കൈ കൊണ്ട് വീഡിയോ കണ്ടോ ഗൈസ് എന്റെ ശക്തി.
ഗായ്സ്. ആൻഡ് ദെൻ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഹെൽമൻസ് കഴിച്ചിട്ടില്ല എങ്കിൽ മയും കഴിച്ചിട്ടില്ല. ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ക്യാബേജ് അരിഞ്ഞിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വാഷ് ചെയ്യണമെന്നില്ല ഗൈസ്, ഇന്ന് തുടയ്ക്കണം, കുറേ പണികളാണ്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇതെങ്ങനെ അങ്ങനെ തന്നെ അല്ലേ, ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആൻഡ് ദെൻ അപ്പോഴാണ് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് നമുക്ക് വിതറി ഇട്ട് കൊടുക്കാം. മതി. നമ്മളിത് എല്ലാ ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് അതിന് മുകളിൽ ചീസും വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രെഡ് കൊണ്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സോറി ഗൈസ്, കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. സെറ്റാണ്. നമുക്കിത് എയർ ഫ്രയറിൽ വെച്ച് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡ് നമ്മളിതെടുത്തു എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. രണ്ടെണ്ണം വെക്കാൻ കഴിയില്ലല്ലോ. ഇതിലേതാ? ഇതല്ല, ഒരു 2 minutes വെച്ചാ മതി. 180. 150 80. 180 ഒന്നും വേണ്ട, ഒരു 100 ആണോ? ഒരു 2 minute വെച്ചോ. ഞങ്ങൾ എന്നാലും ഒരു 180, ഓൺലി 2 minutes. അല്ല 2 അല്ല, 3 minutes കുക്ക് ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് സാൻഡ്വിച്ച് ആവാനിതാ ഗൈസ്. 1 minute കൂടി സമയമുള്ളൂ. ആദ്യം തന്നെ നമുക്ക് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പൊ ഗായ്സ് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഗായ്സ് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ചീസൊക്കെ പോകുന്നു. ഗായ്സ് അപ്പൊ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. അമ്മ വാ. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അമ്മയ്ക്ക് കൊടുത്തു. കൊള്ളാം ശ്രീകുട്ടി, നന്നായിട്ട്. ആദ്യം ഒന്ന് കഴിച്ചിട്ട് പറയണേ, അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. അതിന്റെ ഉള്ളിലത്തെ സാധനം എടുക്കാൻ പോകും. ബ്രെഡ് കരിഞ്ഞിരിക്കുന്നല്ലോ. എങ്ങനെയുണ്ട് ശരിക്കും? എങ്ങനെയുണ്ട്? ഇത്രയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ചുകൂടി ഫില്ലിങ് നമുക്ക് ബാക്കിയുണ്ട് ഗൈസ്. നമ്മുടെ എയർ ഫ്രയറിൽ അറ്റ് എ ടൈം 2 സാൻഡ്വിച്ച് കുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഗൈസ്. ഭയങ്കര ഡിലേ ആയിപ്പോയി. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട്. ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.